പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 36-ാമത്തെ സങ്കീർത്തനമാണ്. 12 വചനങ്ങൾ മാത്രമാണ്. അതിൻ്റെ തലക്കെട്ട് ജീവന്റെ ഉറവിടം, ഇരുളിൽ ദൈവത്തിൻ്റെ പ്രകാശം എന്നൊക്കെയാണ്. തിന്മ പ്രവർത്തിക്കുന്നവരോട് ദൈവം ഇടപെടണം എന്നുള്ള അഭ്യർത്ഥനയാണ് സങ്കീർത്തകൻ പറയുന്നത്. ദുഷ്ടന്റെ ഉള്ളിൽ തിന്മ ജനിക്കുകയും അവൻ എല്ലാ തരത്തിലുള്ള നന്മയെ നീതീകരിക്കുകയും ചെയ്യുന്നു. ദൈവഭയമില്ലാത്തവനാണ് തിന്മയിൽ ജീവിക്കുന്നവൻ. ദൈവത്തിൻ്റെ കാരുണ്യവും രക്ഷയും നന്മയും ഒക്കെ ഓർക്കുവാൻ സങ്കീർത്തകൻ നിരന്തരം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവമാണ് രക്ഷയുടെ വാതിൽ തുറന്നു തരുന്നത്. അപ്പോൾ ദൈവത്തോട് ചോദിക്കണം എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. ദൈവം നൽകിയിരിക്കുന്ന നന്മകൾ അനന്തമാണ്. ദൈവഭക്തൻ ഇവയൊക്കെ ഏറ്റുപറയുന്നതിലൂടെയാണ് അവന് സന്തോഷവും സമൃദ്ധിയും ലഭിക്കുന്നത്. വാക്കില്, വിചാരത്തില്, പ്രവൃത്തിയില്. അതോടൊപ്പം തന്നെ നന്മയില്ലാത്ത ദുഷ്ടനിൽ നിന്നും മാറി ദൈവത്തിൻ്റെ കാരുണ്യത്തെ നിരന്തരം അനുസ്മരിച്ച് ജീവിക്കുന്നതിനായിട്ടാണ് സങ്കീർത്തകൻ നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ രക്ഷ എനിക്ക് കാണിച്ചു തരണമേ. ദുഷ്ടനിൽ നിന്നും മാറി നന്മയിൽ ചരിക്കുവാൻ എനിക്ക് ശക്തി തരണം. അങ്ങയുടെ പുത്രനായിട്ടുള്ള ഈശോ മിശിഹായിൽ അഭയം തേടുന്നതിന്, അതുപോലെ തന്നെ കർത്താവിൻ്റെ മുഖകാന്തിയിൽ ജീവിക്കുന്നതിനും എന്നെ ശക്തനാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം ആ വിചാരത്തിൽ നമുക്ക് ചെലവഴിക്കാം. ദൈവസമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.